നമസ്കാരം. ആഗോളതലത്തിൽ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളും യുദ്ധതന്ത്രങ്ങളും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരസ്പര വിശ്വാസത്തിലും സാങ്കേതിക കൈമാറ്റത്തിലും അധിഷ്ഠിതമായ പ്രതിരോധ പങ്കാളിത്തങ്ങൾക്ക് എന്നും വലിയ പ്രാധാന്യമാണുള്ളത്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള ഏറ്റവും വിജയകരമായ K9 വജ്ര ഹോവിറ്റ്സർ പദ്ധതിക്ക് അപ്പുറത്തേക്ക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈലുകൾ എന്നിവയുൾപ്പെടെയുള്ള അത്യാധുനിക പ്രതിരോധ പ്ലാറ്റ്ഫോമുകളിലേക്ക് തങ്ങളുടെ സഖ്യം വ്യാപിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ഒരുങ്ങുകയാണ്. ഇന്ത്യയിലെ ദക്ഷിണ കൊറിയൻ അംബാസഡർ ലീ സിയോങ് ഹോയാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഈ തന്ത്രപരമായ മുന്നേറ്റത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. K9 വജ്ര പ്രോജക്റ്റിലൂടെ കൈവരിച്ച വൻ വിജയം മറ്റ് പ്രതിരോധ മേഖലകളിലേക്കും ആവർത്തിക്കാനാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പ്രതിരോധ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കവേ വരും വർഷങ്ങളിൽ ഇരുപക്ഷവും കൂടുതൽ തീവ്രമായി നോക്കേണ്ട മേഖലകളിൽ ഒന്നാണ് പ്രതിരോധ സഹകരണമെന്ന് അംബാസഡർ ലീ വ്യക്തമാക്കുകയുണ്ടായിരുന്നു. ആദ്യഘട്ട പ്രതിരോധ സഹകരണത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ K9 വജ്ര ഹോവിറ്റ്സർ പദ്ധതി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും വിജയകരമായ മുൻഗണനാ മാതൃകയാണെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. നിലവിൽ ഈ സഹകരണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലാണ് ഇരു രാജ്യങ്ങളും ഉള്ളത്. കൂടാതെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിനുള്ള ചർച്ചകൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിയുകയും ചെയ്തു. വ്യോമ പ്രതിരോധ തോക്കുകൾ, മിസൈൽ സംവിധാനങ്ങൾ എന്നിവയിലേക്ക് പ്രതിരോധ സഹകരണം വ്യാപിപ്പിക്കുന്നതിലൂടെ ദക്ഷിണ കൊറിയൻ പ്രതിരോധ സാങ്കേതികവിദ്യയ്ക്ക് ആഗോളതലത്തിൽ ലഭിച്ച അംഗീകാരം ഇന്ത്യയിലും പൂർണ്ണതയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് കേവലം പീരങ്കിപ്പടയുടെ വികസനത്തിനുമപ്പുറം വിശാലമായ തന്ത്രപരമായ മേഖലകളിലേക്കുള്ള ചുവടുവയ്പ്പാണ്. ദക്ഷിണ കൊറിയയുടെ ഹൻവ എയറോസ്പേസിൽ നിന്നുള്ള സാങ്കേതികവിദ്യ കൈമാറ്റത്തിലൂടെ ഇന്ത്യയിൽ ലാർസൻ ആൻഡ് ടൂബ്രോ നിർമ്മിക്കുന്ന K9 വജ്ര ടി ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും വിജയകരമായ ആർട്ടിലറി ഇൻഡക്ഷൻ പ്രോഗ്രാമുകളിലൊന്നാണ്. ഇതിനകം 100-ലധികം K9 വജ്ര സംവിധാനങ്ങൾ ഇന്ത്യൻ സേനയുടെ ഭാഗമായി കഴിഞ്ഞു. ഇതിലൂടെ തുടർച്ചയായ അടുത്ത ഓർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഉയർന്ന തദ്ദേശീയ ഉള്ളടക്കം, കൃത്യസമയത്തുള്ള വിതരണം, ശക്തമായ വ്യവസായ പങ്കാളിത്തം എന്നിവയാൽ ഈ പ്രോഗ്രാം വ്യാപകമായി പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഭാവിയിലെ പ്രതിരോധ സഹകരണങ്ങൾക്ക് ഒരു മികച്ച മാതൃകയായി മാറുകയും ചെയ്തു. ഈ പ്രോജക്റ്റിൻ്റെ വൻ വിജയമാണ് മറ്റ് മിലിറ്ററി ഹാർഡ്വെയർ മേഖലകളിലേക്കും സമാനമായ സംയുക്ത ഉൽപ്പാദന സാധ്യതകൾ പരിശോധിക്കാൻ ഇരു ഗവൺമെൻറ്റുകളെയും പ്രേരിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഭാരതത്തിൻ്റെ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന പ്രോജക്റ്റുകളിൽ ഒന്നാണ് ദക്ഷിണ കൊറിയയുടെ K30 ബിഹോ ഹൈബ്രിഡ് സെൽഫ് പ്രൊപ്പൽഡ് എയർ ഡിഫൻസ് സിസ്റ്റം. ചെറിയ ദൂരപരിധിയിലുള്ള വ്യോമ പ്രതിരോധ ശേഷി ആധുനികവൽക്കരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മുൻപ് അനുമതി നൽകിയിരുന്ന ഈ സംവിധാനം സ്വന്തമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുവാൻ ഇന്ത്യൻ ആർമി വീണ്ടും താൽപ്പര്യം പ്രകടിപ്പിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇരട്ട 30mm ഓട്ടോമാറ്റിക് പീരങ്കികളും ഹ്രസ്വദൂര ഉപരിതല വ്യോമ മിസൈലുകളും സംയോജിപ്പിക്കുന്ന ഒന്നാണ് K30 ബിഹോ ഹൈബ്രിഡ് സംവിധാനം. ഇത് ഹെലികോപ്റ്ററുകൾ, താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ, ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ, ലോയിറ്ററിംഗ് മ്യൂണീഷനുകൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന ആകാശ ഭീഷണികളെ നേരിടാൻ പ്രാപ്തമാണ്. യുദ്ധക്കളത്തിലെ നീക്കങ്ങൾക്കിടയിൽ മെക്കനൈസ്ഡ് ഫോർമേഷനുകളെ അനുഗമിക്കാനും മൊബൈൽ എയർ ഡിഫൻസ് സംരക്ഷണം നൽകാനും തക്കവണ്ണമാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പോലും. ആധുനിക യുദ്ധമുറകളിൽ ഡ്രോണുകളും കുറഞ്ഞ ദൂരപരിധിയിലുള്ള കൃത്യതയാർന്ന ആയുധങ്ങളും സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ നേരിടാൻ ഇത്തരം ദ്രുത പ്രതികരണ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് സമീപകാലത്തെ ആഗോള സംഘർഷങ്ങൾ തെളിയിക്കുന്നുണ്ട്. വലിയ വിമാനങ്ങളെ ലക്ഷ്യമിടുന്ന പരമ്പരാഗത സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹൈബ്രിഡ് ഗൺ ആൻഡ് മിസൈൽ പ്ലാറ്റ്ഫോമുകൾ ചെറിയ ഭീഷണികളെ പോലും കുറഞ്ഞ ചെലവിൽ ഫലപ്രദമായി നേരിടാൻ സഹായിക്കും. ദക്ഷിണ കൊറിയ ഈ പ്ലാറ്റ്ഫോമിനെ മികച്ച സെൻസറുകളും ഫയർ കൺട്രോൾ റഡാറുകളും ഉപയോഗിച്ച് നിരന്തരം നവീകരിക്കുന്നുണ്ട്. പീരങ്കികൾ, കവചിത വാഹനങ്ങൾ, നാവിക സംവിധാനങ്ങൾ, വിമാനങ്ങൾ, മിസൈൽ സാങ്കേതിക വിദ്യകൾ എന്നിവയിലെല്ലാം ഈ ആഗോളതലത്തിൽ മുൻപന്തിയിലുള്ള ദക്ഷിണ കൊറിയയുമായുള്ള സഹകരണം ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് വലിയ ഊർജ്ജം നൽകും. പ്രാദേശിക ഉൽപ്പാദനം, സാങ്കേതികവിദ്യ കൈമാറ്റം, സംയുക്ത പങ്കാളിത്തം എന്നിവയിലൂടെ ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ നിർമ്മാണ അടിത്തറ ശക്തമാക്കാനും ദക്ഷിണ കൊറിയൻ കമ്പനികൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ വിപണിയിലേക്ക് മികച്ച പ്രവേശനം നൽകാനും ഈ പുതിയ പങ്കാളിത്തത്തിലൂടെ സാധിക്കും. ഏഷ്യൻ പസഫിക് മേഖലയിൽ സാമ്പത്തിക സൈനിക സമവാക്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ തന്ത്രപരമായ കൂട്ടുകെട്ട് കേവലം ആയുധ വ്യാപാരത്തിനുമപ്പുറം ഏഷ്യൻ മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയെ പുനർനിർണ്ണയിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനൊപ്പം ഒരു രാജ്യം മാത്രം ആധിപത്യം സ്ഥാപിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനും ഈ ഉഭയകക്ഷി ബന്ധം സഹായിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിലും തദ്ദേശീയമായ നിർമ്മാണ ശേഷിയിലും അധിഷ്ഠിതമായ ഈ പ്രതിരോധ സഖ്യം ദക്ഷിണേഷ്യയിലും കിഴക്കൻ ഏഷ്യയിലും ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ വളരെ ആഴത്തിലുള്ളതാണ്. ഈ പ്രതിരോധ പങ്കാളിത്തത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനം ഏഷ്യൻ മേഖലയിലെ ചൈനയുടെ ഏകപക്ഷീയമായ സൈനിക മേധാവിത്വത്തിനായിട്ടുള്ള ശക്തമായ പ്രതിരോധമാണ്.
തെക്കൻ ചൈന കടലിലും ഇൻഡോ പസഫിക് മേഖലയിലും ചൈന നടത്തുന്ന അധിനിവേശ ശ്രമങ്ങളും സ്വാധീനം ഉറപ്പിക്കലുകളും ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ദക്ഷിണ കൊറിയയുടെ അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ ഭീമാകാരമായ ഉൽപ്പാദനശേഷിയും വിപണിയും ഒത്തുചേരുമ്പോൾ അത് ഏഷ്യയിൽ ഒരു പുതിയ ശക്തി കേന്ദ്രം രൂപപ്പെടാൻ കാരണമാകും. പ്രതിരോധ മേഖലയിലെ ഈ സഹകരണം ചൈനയുടെ സാമ്പത്തിക സൈനിക അച്ചുതണ്ടിന് കൃത്യമായ മറുപടി നൽകാൻ പര്യാപ്തമാണ്. ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ മേഖലയെ സ്വയം പര്യാപ്തമാക്കുന്ന ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് ദക്ഷിണ കൊറിയ നൽകുന്ന പിന്തുണ ഏഷ്യൻ വിപണിയിലെ തന്ത്രപരമായ മാറ്റമാണ്. K9 വജ്ര ഹോവിറ്റ്സർ പീരങ്കികളുടെ വിജയകരമായ തദ്ദേശീയ നിർമ്മാണവും വരാനിരിക്കുന്ന K-30 ബിഹോ ഹൈബ്രിഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പോലെയുള്ള വൻകിട പ്രോജക്റ്റുകളും ഇതിൻ്റെ തെളിവാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളെയും റഷ്യയും അപേക്ഷിച്ച് ദക്ഷിണ കൊറിയ സാങ്കേതിക വിദ്യകൾ പൂർണ്ണമായി കൈമാറാൻ തയ്യാറാകുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ വ്യവസ്ഥത്തിന് വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കും. ഇത് ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന രാജ്യം എന്ന പദവിയിൽ നിന്ന് ഏഷ്യയിലെ പ്രധാന ആയുധ കയറ്റുമതി രാജ്യമായി ഇന്ത്യയെ മാറ്റാൻ സഹായിക്കും. നാവിക സുരക്ഷാ രംഗത്തും വാണിജ്യപാതകളുടെ സംരക്ഷണത്തിലും ഈ ബന്ധം വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. ലോകവ്യാപാരത്തിൻ്റെ വലിയൊരു പങ്കും കടന്നു പോകുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും പസഫിക് മഹാസമുദ്രത്തിലെയും കപ്പൽ പാതകളുടെ സുരക്ഷ ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. സംയുക്ത നാവിക അഭ്യാസങ്ങൾ, വിവരങ്ങൾ കൈമാറൽ, കടൽക്കൊള്ള വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നത് അന്താരാഷ്ട്ര കപ്പൽ ചരക്കുകളുടെ സുരക്ഷ ഉറപ്പാക്കും. ഇത് മേഖലയിലെ ചെറുകിട ഏഷ്യൻ രാജ്യങ്ങൾക്ക് വലിയ തോതിലുള്ള സുരക്ഷാ ആത്മവിശ്വാസം നൽകുവാൻ കാരണമാകും. പാകിസ്ഥാൻ്റെ ഇന്ത്യ വിരുദ്ധ തന്ത്രങ്ങൾക്കും ഈ സഖ്യം പരോക്ഷമായൊരു തിരിച്ചടിയാണ്. പാകിസ്ഥാന് സൈനിക സാമ്പത്തിക സഹായങ്ങൾ നൽകുന്ന ചൈനയുടെ തന്ത്രങ്ങൾക്ക് തടയിടാൻ ദക്ഷിണ കൊറിയയുമായുള്ള ബന്ധത്തിലൂടെ ഇന്ത്യക്ക് സാധിക്കും. കിഴക്കൻ ഏഷ്യൻ മേഖലയിൽ ചൈനയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ശക്തമായ സാമ്പത്തിക സൈനിക ശക്തിയുമായി ഇന്ത്യ കൈകോർക്കുന്നത് ചൈനയുടെ ശ്രദ്ധ സ്വന്തം അതിർത്തികളിൽ തന്നെ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കും. ഇത് സ്വാഭാവികമായും ദക്ഷിണേഷ്യൻ അതിർത്തികളിൽ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ചൈന പാക് സഖ്യത്തിൻ്റെ നീക്കങ്ങളുടെ മൂർച്ച കുറയ്ക്കും. ചുരുക്കത്തിൽ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി കരാറുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല. അത് ഏഷ്യൻ ഭൂരാഷ്ട്ര തന്ത്രത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പുതിയ സുരക്ഷാ വലയം തീർക്കുന്നതാണ്. സാങ്കേതിക മുന്നേറ്റം, നാവിക സുരക്ഷ, ആഭ്യന്തര നിർമ്മാണശേഷി എന്നിവയെല്ലാം ഈ രാജ്യങ്ങളും കൈവരിക്കുന്ന പുരോഗതി ഏഷ്യൻ മേഖലയിൽ സമഗ്രമായ സമാധാനവും സന്തുലിതാവസ്ഥയും നിലനിർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുക തന്നെ ചെയ്യും. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.